നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളെ ഡയറക്റ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ മിൽക്ക് ബോട്ടിൽ മിക്കവാറും ഇപ്പം നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ആ മിൽക്ക് ബോട്ടിൽ ശേഖരിച്ച് വെച്ചിട്ട് പമ്പ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ കുട്ടിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ 8-10 മിൽക്ക് ബോട്ടിൽസ് ഒക്കെ ഉപയോഗിക്കേണ്ട വരും ഒരു ദിവസം. അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. മിക്കവാറും വീട്ടിൽ സാധാരണ നമ്മൾ വീട്ടിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന മഞ്ഞ ലിക്വിഡോ പച്ച സോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ അത്രയും കെമിക്കലായിരിക്കും നമ്മൾ ഈ കുട്ടികളുടെ കുപ്പി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ യൂട്ടൻസിൽസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 2 years വരെയെങ്കിലും തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. കാരണം നമ്മൾ എത്ര കഴുകിയാലും അല്ലെങ്കിൽ അത്രമാത്രം ചൂടുവെള്ളത്തിലൊക്കെ കഴുകി ഭയങ്കര കെയർഫുള്ളായിട്ട് കഴുകിക്കൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ അംശം ഇരുന്നാൽ പോലും അത് കുട്ടിയുടെ ഉള്ളിലേക്ക് ചെല്ലും ഈ കെമിക്കൽസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാനിവിടെ പറയുന്നത് ഞാൻ അധികം കുട്ടിയുടെ ആ ഒരു കുട്ടികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി മേക്ക് ചെയ്തിട്ടുള്ള ലിക്വിഡ് ക്ലെൻസസ് കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ ഹിമാലയുടെ ജം ഫ്രീ ലിക്വിഡ് ക്ലെൻസറാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെയിനെ റിമൂവ് ചെയ്യും. ആ കുട്ടിക്ക് നമുക്കിപ്പം മിൽക്കൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിൽക്കിൻ്റെ ഓയിൽനെസ് ഒക്കെ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റും, ആ മണം മാറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബേബി ഫീഡിങ് ആക്സസറീസ് എല്ലാം നമുക്ക് കഴുകാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ബേബി ടോയ്സ് വരെ ഇതിലായിരുന്നു നമ്മൾ കഴുകിക്കൊണ്ടിരുന്നത്. ബേബി ടോയ്സിൻ്റെ കഴുകൽ നിർബന്ധമാണ്. അത് ഞാൻ ഈ ഒരു ഒരു അവസരത്തിൽ പറയുകയാണ്, വേറൊരു വീഡിയോയിൽ പറയാത്തതുകൊണ്ട്. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പാസിഫേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കടിക്കുന്ന എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കും. പക്ഷെ ജീവിതത്തിൽ ആ സാധനം നമ്മൾ കഴുകത്തില്ല. പക്ഷെ അത് ശരിക്കൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ജേംസും അല്ലെങ്കിൽ ഡേർട്ടും മൈക്രോബ്സും ഒക്കെ ഇരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ചെറിയ കുട്ടികളുടെ ആക്സസറീസും ടോയ്സും തീർച്ചയായിട്ടും കഴുകിയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടോയ്സ് പ്ലാസ്റ്റിക്സ് ഒക്കെ ആയതുകൊണ്ട് മിക്കവാറും നമുക്കതിനെ ഒന്ന് ചൂടാക്കാനോ സ്റ്റെറിലൈസ് ചെയ്യാനോ പറ്റാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലിക്വിഡ് ക്ലെൻസർ ഹിമാലയയുടെ ജം ഫ്രീ ബേബി ലിക്വിഡ് ക്ലെൻസർ വെച്ചിട്ട് കഴുകുന്നത് തീർച്ചയായിട്ടും ഗുണപ്രദമാണ്. ഇതിനകത്ത് ഓറഞ്ച് പീലും ടാമറിൻറ്റും നീമുമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓറഞ്ച് പീൽ ആ ഒരു ഫ്രഷ്നെസ്സും ടാമറിൻറ്റും നീമും പഴയ കാലത്ത് പുളിയും അല്ലെങ്കിൽ ഇതൊക്കെയായിരുന്നു നമ്മൾ പാത്രം വൃത്തിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഈ ക്ലെൻസേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ ടോയ്സോ ആക്സസറീസോ ഫീഡിങ് ബോട്ടിലോ പാസിഫേഴ്സോ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അത് സോപ്പിന് പകരം ഈ ഒരു ലിക്വിഡ് ക്ലെൻസർ വെച്ച് കഴുകുന്നത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇത് നമ്മളോട് ഒരാൾ ചോദിച്ചു ഏത് ക്ലെൻസർ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ്, നമുക്കൊരു ഡൗട്ടായിട്ട് ഒരാൾ ഇമെയിൽ ചെയ്തു എന്ത് വെച്ചിട്ടാണ് കുട്ടിയുടെ ഇത് കഴുകുന്ന ഏറ്റവും ഉത്തമമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് പറയാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇട്ടത്. എല്ലാവർക്കും ഉപകാരപ്രദമായത് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.